ദൈവപിതാവിനാൽ വിശുദ്ധ ലൂക്ക 1:28 കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് സംബോധന ചെയ്യപ്പെട്ടവൾ, സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന നാമം പേറിയവൾ. സ്നേഹപിതാവായ ദൈവം തന്റെ തിരുക്കുമാരൻ ഇഹലോക ജീവിതത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് പോകുന്നതിനു മുമ്പ് വിശുദ്ധ യോഹന്നാനിലൂടെ മാനവരാശിക്ക് നൽകിയ സ്നേഹ സാന്ത്വന സാഗരമാണ് പരിശുദ്ധ അമ്മ. ഇത് നാം കാണുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:27 മറിയത്തെ പറ്റി പറയുമ്പോൾ അവൾക്ക് മുൻഗാമിയായി ആരുമുണ്ടായിട്ടില്ല, അവൾക്ക് തുല്യയായി ഇന്നാരുമില്ല, അവളോട് കിടപിടിക്കുവാൻ ഇനി ആരും ഉണ്ടാവുകയുമില്ല. അതെ, സമാനതകളില്ലാത്ത ഈ അമ്മയെ പറ്റി പറയുന്നതിനാണ് ഞാൻ ഇന്നിവിടെയുള്ളത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജസിന് എന്റെ വിനീതമായ നമസ്കാരം. പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ ഈ അമ്മയിൽ നിന്നും പഠിക്കുവാൻ നമുക്ക് അനേകം പാഠങ്ങളുണ്ട്. ദൈവ തിരുമനസ്സിനോടുള്ള പൂർണ്ണമായ അനുസരണം, എളിമ, മറ്റുള്ളവരോടുള്ള കരുതൽ, വിധേയത്വം, ധൈര്യം എന്നീ പല ഗുണങ്ങളുടെയും ഒരു ഉറവിടമാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38 ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞതു മുതൽ കാൽവരിയിലെ കുരിശിൻ ചുമട്ടിൽ സ്വന്തം തിരുക്കുമാരന്റെ ശരീരം മടിയിൽ കിടത്തി മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ വരെയുള്ള ഈ അമ്മയുടെ അനുഭവങ്ങൾ തികച്ചും വേദന നിറഞ്ഞതായിരുന്നു. എങ്കിലും ഈ അമ്മ പതറിയില്ല, കുരിശിൻ ചുമട്ടിൽ അലമുറയിട്ട് കരഞ്ഞില്ല. ഒരു ധീരവനിതയെ പോലെ സ്വന്തം തിരുക്കുമാരനെ ലോകത്തിന് കുർബാനയായി സമർപ്പിക്കുകയായിരുന്നു. ജീവിത വഴികളിൽ വഴിമുട്ടുന്ന ഏതൊരാൾക്കും ഈ അമ്മ സമീപസ്ഥയാണ്. നമ്മൾ വിളിച്ചാൽ, ഹൃദയം തുറന്നു വിളിച്ചാൽ ഈ അമ്മ വരും. കാരണം ഈ അമ്മയും കടന്നുപോയിരിക്കുന്നത് ഇതേ പാതയിലൂടെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 തുടങ്ങി 12 വരെ നാം കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവിന്റെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതലാണ്. കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിയ ഒരു കുടുംബമായിരുന്നു കാനായിലെ കല്യാണ വിരുന്നിലത്തെ കുടുംബം. അവിടെ മാതാവിന്റെ സാമീപ്യം മൂലം മറ്റുള്ളവർക്ക് പുതുവീഞ്ഞ് നുകരുന്നതിനുള്ള ഒരു സാഹചര്യം ഈ അമ്മ ഒരുക്കി കൊടുത്തു. മറ്റുള്ളവരുടെ കുറവുകളെ നിറവുകളാക്കാനായി നമുക്കും അനുദിനം ശ്രമിക്കാം. ഈ അമ്മ കടന്നു ചെന്ന മറ്റൊരു വീടായിരുന്നു സക്രിയയുടെയും എലിസബത്തിന്റെയും ഭവനം. ഈ അമ്മയുടെ സാമീപ്യം എലിസബത്തിനെയും ഗർഭസ്ഥ ശിശുവിനെയും പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കി. സ്നേഹത്തിന്റെ സുവിശേഷകൻ എന്നറിയപ്പെടുന്ന ക്ഷിപ്രകോപിയായിരുന്ന യോഹന്നാൻ മാതാവിന്റെ സന്തത സഹചാരത്തിലൂടെയും സ്നേഹപരിലാളനയിലൂടെയും ഏറ്റവും ശാന്ത സ്വഭാവിയായി മാറിയതായി നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. സ്വന്തം ഭർത്താവിനോട് ഏറ്റവും ആദരവും ബഹുമാനവും കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബത്തിന്റെ നാഥനായി ഈ അമ്മ യൗസേപിതാവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഇതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, അമ്മമാരായി നമ്മുടെ ജീവിതത്തിൽ മാതാവ് കാണിച്ചു തരുന്ന ഒരു മാതൃക തന്നെയല്ലേ. ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ മറിയം മോശയുടെ നിയമപ്രകാരം പരമപരിശുദ്ധനായ യേശുവിനെ കൈകളിലെടുത്ത് ദേവാലയത്തിൽ സമർപ്പിച്ചു. അങ്ങനെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഈ അമ്മ എളിമയോടെ കീഴ്വഴങ്ങി. നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ചുറ്റുമുള്ള സഭയിലുള്ള എല്ലാ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും നമ്മൾ അതീതരല്ലെന്ന് മാതാവ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. ശംഷബാദ് രൂപതയിൽ 2026 വചനവർഷമായി നാം ആചരിക്കുകയാണ്. വചനത്തെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ച ഈ അമ്മ വചനം തന്നെയായ ഈശോയിലേക്ക് നമ്മളെ കൂടുതലായി അടുപ്പിക്കട്ടെ എന്ന് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറിയം എന്ന നാമം നമ്മുടെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിക്ഷേപിക്കുക. അത് നമുക്ക് ആശ്വാസമായിരിക്കും, അനുഗ്രഹമായിരിക്കും. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.